ഓരോ തീയതികളും മാസവും ദിവസങ്ങളും സഹിതം അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഒപ്പം തന്നെ തെളിവുകൾ ഹാജരാക്കി, ചാറ്റ് വിവരങ്ങൾ ഹാജരാക്കി, ഏറ്റവും ഒടുവിൽ രാഹുലും ഈ പരാതിക്കാരിയും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖ ഹാജരാക്കി. അത്തരം തെളിവുകളിലൂടെ പരാതിക്കാരിയും രാഹുലും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. പരിചയത്തിന് പുറത്തുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായതെന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമിച്ചത്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മൂന്നാമത്തെ കേസും അടപടലം പൂട്ടിയിരിക്കുകയാണ്. പ്രേക്ഷകരെ, പൂട്ടിയിരിക്കുകയാണ്. കള്ളക്കേസ് ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ ഭാവിയും അവന്റെ ജീവിതവും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് 8ന്റെ പണി കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഇന്നലെ എനിക്ക് സന്തോഷം തരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം ഷിംജിത എന്ന് പറയുന്നവൾക്ക് ജാമ്യം നിഷേധിച്ച ദിവസം. ഇന്ന് എനിക്ക് സന്തോഷം തരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കള്ളപ്പരാതികളുടെ മുകളിൽ കള്ളപ്പരാതികൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ഭാവിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്ക് 8ന്റെ പണിയും ചുട്ട മറുപടിയുമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കേസും അങ്ങനെ അടപടലം പൂട്ടി. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നുള്ളത് കോടതി എടുത്തങ്ങോട്ട് പറഞ്ഞു. കാരണം ജട്ടി മേടിച്ചു കൊടുത്തു, ചെരുപ്പ് മേടിക്കാൻ കാശ് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് ഫ്ലാറ്റ് മേടിക്കാൻ കാശ് കൊടുത്തു. ഇവള് തന്നെ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ട് അവനെ വിളിച്ചു വരുത്തുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാദം കൂടെ വെച്ച് അദ്ദേഹത്തെ അകത്താക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഞെട്ടലോടുകൂടിയാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള രീതിയിലാണ് അവര് നിൽക്കുന്നത്. പിന്നെ മീഡിയക്കാരോ അന്ന് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞ ആ ഒരു ചാട്ടമൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതിയിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും വാർത്ത ഒന്ന് കേട്ടു നോക്ക്, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് റിനി ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ കരങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ആദ്യം ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ജാമ്യം കിട്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കൃഷ്ണമോഹൻ ശരിയാണ്. കൃഷ്ണമോഹൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അറസ്റ്റിലായി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്ന് ആശ്വാസമായ ഒരു സ്ഥിതി വരുന്നത്. ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ജില്ലാ കോടതി. ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് രൂക്ഷമായ പരാമർശങ്ങളോടുകൂടി ഈ ജാമ്യ ഹർജി തള്ളിയതാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ രാഹുലിന്റെ അഭിഭാഷകർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. നീണ്ട വാദപ്രതിവാദങ്ങൾ ഇതിൽ പ്രതിഭാഗം. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഈ മുട്ടയുണ്ടല്ലോ മറ്റേ റിപ്പോർട്ടർ ചാനലിൽ അവനൊക്കെ ചങ്ക് പൊട്ടി ചത്ത് കാണും. എന്തൊക്കെയായിരുന്നു പറയുന്നത്? അവൻ ഗ്രാഫ് വരച്ചിട്ടായിരുന്നു 1ാം അതിജീവിത, 2ാം അതിജീവിത, 3ാം അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാഫൊക്കെ ഇറക്കിയായിരുന്നു അവനൊക്കെ ഇനി എന്ത് ചങ്ക് പൊട്ടി ചത്ത് കാണുമായിരിക്കും. ഓക്കെ, എന്തുമായാലും അവനൊപ്പം അതോടൊപ്പം തന്നെ ജീവിതനൊപ്പവും എന്ന് പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ കറക്റ്റ്. ഇവിടെ എന്തായാലും അത് കറക്റ്റായിട്ട് വന്നു. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും ഇല്ലാത്ത സമയത്ത് ഈ പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ പുള്ളിക്കാരിയൊക്കെ മുന്നോട്ട് വന്നു. അതോടൊപ്പം തന്നെ ഫെന്നി, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്, രാഹുലിന്റെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിനെ കട്ടക്കി നിന്നു. അതോടൊപ്പം തന്നെ കുറെ മാധ്യമ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ യൂട്യൂബേഴ്സ്, ഇതൊക്കെ പിന്നെ അവരെ ഈ പറയുന്ന രാഹുലിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അവരൊക്കെയാണ് ഈ രാഹുലിനെ ചേർത്ത് പിടിച്ചത്. സ്വന്തം പാർട്ടി പോലും തള്ളിക്കളഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഓക്കെ, ബാക്കി കേട്ടു. നീണ്ട വാദപ്രതിവാദങ്ങൾ ഇതിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷൻ നടത്തി. ഒരു വേള ഡിജിറ്റൽ തെളിവുകൾ കൂടുതലായി പ്രതിഭാഗം ഹാജരാക്കിയപ്പോൾ അതിന്റെ ആധികാരികത സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചിരുന്നു. അതായത് രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദ സന്ദേശം അടക്കമുള്ളവയാണ് ഹാജരാക്കിയത്. അതിൽ FSL റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ, ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പ്രതിഭാഗത്തിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയപ്പോഴാണ് എങ്കിൽ വിധി പറയാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റാമെന്ന് സെഷൻസ് കോടതി നിലപാടെടുത്തത്. പക്ഷേ രാഹുലിന്റെ ഫോൺ നിലവിൽ SITയുടെ പക്കലാണുള്ളത്. ആ ഫോണിൽ തന്നെയാണ് പരാതിക്കാരിയുമായുള്ള സംഭാഷണത്തിന്റെ തെളിവുള്ളത്. അപ്പോൾ അതിന് ഒരു FSL റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തിയിട്ടുണ്ടാകണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിലവിൽ രാഹുലിന്റെ പ്രതിഭാഭിഭാഷകർ ഹാജരാക്കിയ ചാറ്റ്, ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ട് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്ന വാദമായിരുന്നു പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. അത് പരിഗണിച്ചാകണം ജില്ലാ കോടതി എന്തായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ആദ്യം ജാമ്യാപേക്ഷ പരിഗണിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പക്ഷേ രൂക്ഷമായ പരാമർശങ്ങളോടെയാണ് ജാമ്യം തള്ളിയത്. ഇതിൽ ബലാത്സംഗം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന നിരീക്ഷണത്തോടെയായിരുന്നു അന്ന് ജാമ്യം നിഷേധിച്ചത്. പക്ഷേ പിന്നീട് പ്രതിഭാഗം ഓരോ തെളിവുകളായി, അതായത് പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള പരിചയം, അത് ഓരോ തീയതികളും മാസവും ദിവസങ്ങളും സഹിതം അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഒപ്പം തന്നെ തെളിവുകൾ ഹാജരാക്കി, ചാറ്റ് വിവരങ്ങൾ ഹാജരാക്കി, ഏറ്റവും ഒടുവിൽ രാഹുലും ഈ പരാതിക്കാരിയും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖ ഹാജരാക്കി. അത്തരം തെളിവുകളിലൂടെ പരാതിക്കാരിയും രാഹുലും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. പരിചയത്തിന് പുറത്തുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായതെന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമിച്ചത്. ആ വാദങ്ങൾ എന്തായാലും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം കിട്ടിയത്. 18ാം തീയതി പാലക്കാട് ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനി ഇവിടെ മീഡിയകളൊക്കെ എന്ത് ചെയ്യും? ശരിയും തെറ്റും മനസ്സിലാക്കാതെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്തതിന് കണക്കൊന്നുമില്ല. ആ മനുഷ്യനെ എന്തൊക്കെയാണ് ഇവന്മാർ പറഞ്ഞുണ്ടാക്കിയത്? അദ്ദേഹത്തെ തേജോവധം ചെയ്ത് ഇല്ലാണ്ടാക്കാനായിട്ട് അവന്മാർ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇപ്പം ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള കാര്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. ഫെന്നിയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന അതിജീവിതയല്ല, പരാതിക്കാരി, അവളെ ഞാൻ അങ്ങനെ അതിജീവിത എന്നൊന്നും വിളിക്കത്തില്ല. ആ പുള്ളിക്കാരിയുമായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിരുന്നു.
കാരണം ഈ നല്ല രീതിയിൽ തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പിന്നീട് പോയി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഉണ്ടാക്കിയത് അല്ലേ. ഇതിനെക്കുറിച്ചൊക്കെ ഫെന്നി ആണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് പറഞ്ഞപ്പോൾ ഫെന്നിക്കെതിരെ കേസായി. അങ്ങനെയാണ് ആര് സംസാരിക്കുന്നവരുടെ വായ കൊണ്ട് മൂടിക്കെട്ടാൻ നോക്കും. പക്ഷെ ഇപ്പോ സത്യം ജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം കിട്ടിയത്. 18-ാം തീയതി പാലക്കാട് ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഉടൻ തന്നെ പത്തനംതിട്ടയിൽ എത്തിച്ച് രാവിലെ 7 കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അന്ന് ഞായറാഴ്ച ദിവസമായാൽ തന്നെ ചാർജുള്ള മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി വേഗം രാഹുലിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ രാഹുലിന്റെ അഭിഭാഷകർ ജാമ്യ ഹർജിയുമായി ഈ സംഭവം നടന്ന, അതായത് ഈ കുറ്റകൃത്യം നടന്ന തിരുവല്ല പരിധിയിലുള്ള മജിസ്ട്രേറ്റ് പരിധിയിലേക്ക് നീങ്ങി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി നൽകി. വിവിധ വാദങ്ങൾ അവിടെയും അവർ ഉന്നയിച്ചു. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു അവിടെയും രാഹുലിന്റെ അഭിഭാഷകർ നടത്തി. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി അത് ചെവിക്കൊണ്ടില്ല. മാത്രമല്ല അറസ്റ്റിലെ ചട്ടവിരുദ്ധ നടപടികളടക്കം പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ചട്ടവിരുദ്ധ അറസ്റ്റ് അല്ലെന്നടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത്. പക്ഷേ ജില്ലാ കോടതിയിൽ എത്തിയപ്പോൾ രാഹുലിന്റെ അഭിഭാഷകർ കുറച്ചുകൂടി ഈ FIR-മായി ബന്ധപ്പെട്ടും അറസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ടും രാഹുലിനെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തപ്പോൾ പല നടപടിക്രമങ്ങളും പാലിക്കപ്പെട്ടില്ല. അതിൽ സുപ്രീം കോടതി അടക്കം നിരീക്ഷണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജിയിൽ വാദം പറഞ്ഞത്. അപ്പോൾ ചട്ടവിരുദ്ധ അറസ്റ്റ് എന്ന വാദം ഒപ്പം തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം, ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് പാലക്കാട് MLA-ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അത് സത്യമല്ലേ? രാത്രി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഈ പറയുന്ന ഷിംജിതെ പോലും അങ്ങനെ അറസ്റ്റ് ചെയ്തില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ വന്ന ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ, എന്തായാലും ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടു. പാവം അമ്മ ആ മകന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാണും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയാ ഒരു ജാമ്യം കിട്ടിയത്. സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മകനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന കുറെ എണ്ണങ്ങള് ഇത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടി അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, എന്നിട്ട് വരുതിയിലാക്കുന്നു, വീഴ്ത്തുന്നു. എന്നിട്ട് ഇത് ആരുടെയോ പാർട്ടിയിലുള്ളവരുടെയൊക്കെ ഈ ഇത് പ്രകാരം നിർദ്ദേശപ്രകാരം പിന്നെ ഇത് ഒരു കേസാക്കി വിടുന്നു. ഇതിന്റെയൊക്കെ പിന്നെ കളിച്ചവര് ഉണ്ട്. രണ്ടാമത്തെ കേസ്, ഈ പറയുന്ന രണ്ടാമത്തെ കേസ് ഉണ്ടല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ കേസില് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് കോടതി പറഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു? ഇതിന്റെയൊക്കെ പിന്നില് റിനി എന്ന് പറയുന്ന ആ പുള്ളിക്കാരി ഉണ്ടെന്ന് ഫെന്നി പറഞ്ഞു. കഴിഞ്ഞ ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് സംഭാഷണം ഉണ്ടായിരുന്നെന്നും ചാറ്റ് ഉണ്ടായിരുന്നുവെന്നും അവര് ഈ പറയുന്ന ഈ റിനി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലേക്കൊക്കെ വരാം നമുക്ക്. എന്തായാലും ശബ്ദരേഖയൊക്കെ പോയി കോടതി പരിശോധിച്ചു. അപ്പോഴ മനസ്സിലായത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് എല്ലാ സംഭവം എന്ന്. എന്നിട്ടാണ് ഇവളുമാരൊക്കെ വന്നിരുന്നിട്ട് പിന്നെ പരാതി കൊടുക്കുന്നത്. എന്താണല്ലേ. പിന്നെ ഈ പറയുന്ന റിനി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു റൂമൊക്കെ ഇങ്ങോട്ട് എടുക്കും. എടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയാ ഒരു കിസ് അടിക്കാനും നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെയാണ് റൂം എടുക്കുന്നത് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ്. എന്നിട്ട് പുള്ളിക്കാരി കുറ്റം വെക്കുന്ന മൊത്തം പുരുഷനും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ പറയുന്ന റിനി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് ചാറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടാണ് ഈ പുള്ളിക്കാരി കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറയത്തില്ലയോ എന്ന് പറഞ്ഞ പോലെ തന്നെ രാഹുലിനെ കിട്ടാതെ വന്നപ്പോൾ മറ്റു പരാതിക്കാരികളെയൊക്കെ ഇറക്കി കളിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരിയുണ്ട്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരി. ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ബൈറ്റിന്റെ അകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു. പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പരിചയപ്പെട്ട 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറിയിരുന്നു. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ദിവസം രാത്രി 12:30-ക്ക് ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട് ഒരു മുന്നണി പോരാളിയായിട്ടോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നടന്നിട്ടുള്ള മാനിപ്പുലേഷനെ കുറിച്ച് ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു നുണ പ്രചരണം, ഒരു നുണ പറയാനുള്ള ഒരു വക്താവായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ഫോർ ഫ്രണ്ടിയർ ആയിട്ട് ഞാൻ ഫോർ ഫ്രണ്ടിയർ വരെ കേട്ടുള്ളൂ കേട്ടോ. മറ്റൊരാളെ നമ്മൾ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ ഇത്രയും കൃത്യമായി 6 months ആയിട്ട് എവിടെയും ആധികാരികമായി അഭിപ്രായം പറയുന്ന ഒരാൾ. ഇപ്പൊ ഓഡിബിൾ ആണോ? ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് അത്തരം റോട്ടൻ തിയറീസ് ആക്ച്വലി ചീമട്ടയുടെ ദുർഗന്ധമുണ്ട് അത്തരം സ്റ്റേറ്റ്മെന്റ്സിന്. സോ അങ്ങനെ ഒരു റോട്ടൻ തിയറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ ഭാഷയല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും. അതിനായിരിക്കും ഒരു പക്ഷേ UMLA രാത്രി 12:30-ക്ക് ശേഷം ഒക്കെ വീഡിയോ കോൾ ചെയ്യുക. പ്ലീസ് കം ടു ടെലഗ്രാം. അതായത് നമുക്കതൊരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം അല്ലേ? അതായത് ശ്രീനാജിക്ക് കുടുംബ സുഹൃത്താണ്, ശ്രീനാജി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ്, അമ്മയുടെയും സഹോദരിയുടെ ഒക്കെ കുടുംബ സുഹൃത്താണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വെരിഫൈഡ് ഇൻഫർമേഷൻ നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും അത്രയും ഒരു വ്യക്തിബന്ധമുള്ള ഒരിടത്തേക്ക് ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോഴൊക്കെയാണ് ഇത് പുറം ലോകം അറിയുക. അതല്ലാത്തയിടത്ത് എനിക്ക് പ്രത്യേകിച്ച് അജണ്ടകൾ ഈ വിഷയത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്നോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നത്തിന് പ്രതികൂലമായി നിൽക്കണമെന്നോ അനുകൂലമായി നിൽക്കണമെന്നോ ഒരു നിലപാടുള്ള ആളായിരുന്നില്ല. ടോട്ടലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനകത്തുള്ള ഒരു
അജണ്ട സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളത് യാതൊരു തർക്കമില്ല. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആ കുടുംബത്തോട് വലിയ അടുപ്പമുണ്ട്, വലിയ പരിചയമുണ്ട്, വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ എനിക്ക് എങ്ങനെയാണ് ആധികാരികമായിട്ട് വിഷയം പറയാൻ സാധിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കറിയാം. കേട്ടല്ലോ, ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ കഥ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഫെന്നി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു. ഫെന്നി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മൂന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് ഈ പറയുന്ന റിനി കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു, ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതൊന്ന് കേട്ടു നോക്കിയേ. അതിന് മറുപടി മറ്റേ പുള്ളിക്കാരിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫെന്നി കുറിച്ച് ആകെ ഒരു കാര്യം ഒന്ന് വായിച്ചു തരാം ഞാൻ. ഓക്കെ, റിനി ആൻഡ് ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയുണ്ടായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ഈ പോസ്റ്റ് ഇട്ടത്. കാരണം റിനിക്കെതിരെ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരി നല്ല അടിയാ കൊടുത്തു. അത് കഴിഞ്ഞ പിന്നെ മീഡിയയുടെ മുമ്പിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ്, അങ്ങനെ ഒരു പോസ്റ്റ് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതിൽ വന്ന ഒരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഞാനൊരു പരാതിക്കാരിയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ MLA-ക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? 2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാൻ ആവില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട് നിഷേധിക്കുവോ? നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഓക്കെ, ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമായി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുൽ വന്നു കഴിയുമ്പോൾ ബാക്കിയൂടെ പുറത്തുവിടും. ഓക്കെ, റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനി ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണത്, സത്യമാണ്. എന്തൊക്കെ പറഞ്ഞ് സത്യങ്ങളെ നമ്മൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും റിനി ചേച്ചി ഇതിൻ്റെ അകത്തൊരു കളി കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു കാര്യം. എന്തായാലും റിനി ചേച്ചി കുറിച്ചത് ഇതാണ്. ഈ ഫെന്നി ഈ കുറിച്ചില്ലേ, ഈ കുറിച്ചതിന്റെ ഒരു മറുപടിയായിട്ട് ഈ റിനി ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇന്ന് എന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പേര് പറയുന്നില്ല കേട്ടോ. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയവുമില്ല എന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കൈ കഴുകാൻ നോക്കിയതാ. പക്ഷെ കൈ കഴുകി കഴിഞ്ഞാൽ അവിടെ ഫെന്നി ആ തെളിവ് എടുത്തങ്ങോട്ട് ഇടും. ഫെന്നി മാത്രമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മയും കൂടെ എടുത്തങ്ങോട്ട് ഇടും. അപ്പോഴത്തേന് അട്ടപ്പറ്റെല്ലാം പൂട്ടും. അപ്പൊ ഈ ചേച്ചി ആർക്ക് വേണ്ടിയാ കളിച്ചതെന്നുള്ള കാര്യമൊക്കെ പുറത്തു വരും. ഓക്കെ, ഈ ചേച്ചി അടുത്തൊരു പോസ്റ്റ് ഇന്ന് ഇട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. ഞാനും മൂന്നാം പരാതിക്കാരിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം. അനാവശ്യമായ പ്രചരണങ്ങൾ തുടർന്നാൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. ആരെ? ഫെന്നീനെ. ഫെന്നി നയനാനെ പേടിപ്പിക്കുക. ഫെന്നി നയനാനെ അങ്ങോട്ട് തെളിവുകൾ അങ്ങോട്ട് തള്ളി വിട്ടിരിക്കും. അല്ല പിന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്ക്. ഈ ചേച്ചി അതൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ. കാരണം ഈ ചേച്ചി എല്ലായിടത്തും ഉണ്ട്. പുതിയ പുതിയ പരാതിക്കാരികൾ വരുമ്പോൾ ഈ ചേച്ചി അവിടെ വന്ന് ഇങ്ങനെ മൈക്കിൽ ഒരു സംസാരമൊക്കെ ഉണ്ട് മീഡിയക്കാരോട്. അത് പുള്ളിക്കാരിക്കുള്ളതാണ്. ഇപ്പോഴെന്തുമായാലും ഈ ഒരു മൂന്നാമത്തെ കേസിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഈ നീതി കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടിയപ്പോൾ, ഇനി നാലാമത്തെ പരാതിക്കാരിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവരിപ്പോ. അതിനുവേണ്ടി അവർ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം നാലാമത്തെ പരാതിക്കാരിയെ കൊണ്ടുവരും. എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഈ രാഹുലിനെ നശിപ്പിക്കാൻ ശ്രമിക്കാമോ അതിനിവർ അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുക. എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ഫീനൽ പക്ഷിയെ പോലെ രാഹുൽ ഉയർത്തെഴുന്നേക്കും. കാരണം രാഹുലിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് രാഹുലിനെ സ്നേഹിക്കുന്ന, രാഹുലിനെ അറിയാവുന്ന നാട്ടുകാരും അതോടൊപ്പം തന്നെ കൂട്ടുകാരും ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പരാതി കൊണ്ടിട്ടാലും അത് നിലനിൽക്കത്തില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണം എന്നുള്ളതാണ് പലരുടെയും നിർദ്ദേശം. ഈ പറയുന്ന പാലക്കാട് അന്നേരം അറിയാം രാഹുലിന്റെ ബലം എന്തെന്നുള്ളത്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണോ അതോ വേണ്ടായോ? അതോ ഈ പറയുന്ന രാഹുൽ തെറ്റുകാരനാണോ അല്ലയോ? എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നൊരു സംഭവമാണ്. അതിന്റെ അകത്ത് ഈ പറയുന്ന പരാതിക്കാരിക്കും ബന്ധമുണ്ട്. ആ പരാതിക്കാരിയും തെറ്റുകാരി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ലേ, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫസ്റ്റ് ടൈം കമന്റ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും.